ಹಾಯ್ ಫ್ರೆಂಡ್ಸ್ ടൊറട്ടുബ ഹീറോയിൻ്റെ മമ്മി ഡാഡി ലെറ്റർ അച്ഛൻ ഡാഡർ ബൈ ബൈ ഡാഡ് മമ്മി അത് മുതല എൻ്റെ അനിയത്തിക്ക് മാരേജായി ഞാൻ നല്ല ചെക്കനെ ഇവർക്ക് മാരേജ് അയച്ചു പോയി ഞാൻ പോയിട്ട് സെറ്റിലാകാൻ പോവാം ഞാൻ എവിടെയുണ്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല ബായ് മോം ഞാൻ എവിടെ പോയാൽ നിങ്ങൾക്ക് ആർക്കും അറിയാലോ എൻ്റെ ഫോണും ഞങ്ങൾ ചേഞ്ച് ചെയ്യാൻ പോവാം നിങ്ങൾ എന്ത് വേണേൽ ചെയ്തു ഞങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഒരു മാരേജ് ഇങ്ങനെ ചെയ്യാൻ പോയല്ലേ എന്ന് വഴക്ക് പറഞ്ഞ് ലെറ്റർ നിങ്ങൾ എന്ത് വേണം അവിടെ തിന്നോ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ അച്ഛനും അമ്മേനെ പോയി അച്ഛൻ ചേട്ടൻ ഭയങ്കര കളിയാക്കി അവരുടെ അവിടെ നിന്ന് പോയായിരുന്നു ഹീറോയിൻ്റെ അച്ഛനൊക്കെ അമ്മയൊക്കെ കരയാൻ തുടങ്ങി അയ്യോ ഞങ്ങൾ മോന് പോയോ എന്നൊക്കെ അറിഞ്ഞായിരുന്നു അർജുൻ പറയുക എൻ്റെ ചേട്ടനുണ്ടല്ലോ അവൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അതെ അർജുനക്കൊരു ചേട്ടനുണ്ടായിരുന്നു രാഹുലായിരുന്നു രാഹുൽ ഷോക്കായിരുന്നു അച്ഛാ എന്താ ഇവൻ പറയാ ശരിടാ രാഹുൽ എന്ന് കയറിയായിരുന്നു രാഹുൽ സമാധാനമാക്കാൻ തുടങ്ങിയായിരുന്നു അയ്യോ ഇവൻ എവിടെ പോയി തോന്നുന്നില്ല രാഹുൽ ഒരു പോലീസാണ് അയ്യോ ഇവ എവിടെ പോയി തോന്നുന്നറിയില്ലല്ലോ രാഹുലിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അപ്പോൾ സമാധാനമായി ഇവൻ പോയി തോന്നുന്നല്ലേ ഇവനൊക്കെ പറഞ്ഞു കൊടുത്ത കൊണ്ട് അറിഞ്ഞത് എന്നാ രാഹുൽ ചിരിക്കായിരുന്നു അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു രണ്ടുപേർ തോന്നുന്നു ഇല്ല അവർ കല്യാണം കഴിഞ്ഞാൽ ഇവൻ എൻ്റെ അനിയനും അനിയൻ്റെ ലൈഫ് ഇത് ചെയ്ത് എന്താ ചെയ്യുക ഞാൻ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടു ഇല്ല അവൾക്ക് എൻ്റെ മേലെ കാണണമായിരുന്നു ഞാൻ ലവ് മാരേജ് ചെയ്തുകൊണ്ട് ഇഷ്ടവും രക്ഷപ്പെട്ടുപ്പാ ഏജ് ഗ്യാപ്പ് കൊണ്ടു എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ ചേട്ടനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ ആ പെണ്ണല്ല ടെൻഷനായി അച്ഛാ എവിടെ വരുന്നില്ലേ എന്ന് പറയായിരുന്നു ശരി നോക്കിക്കള വീട്ടിൽ നോക്കുക അവർ എല്ലാവരും പോയിന് അങ്ങനെ കാണുന്നില്ല അങ്ങനെ ഇങ്ങനെ പറയായിരുന്നു ഹീറോയിൻ്റെ അച്ഛൻ്റെ ഒക്കെ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞു എൻ്റെ അനിയത്തിനെ ഒരു ആരോ കിഡ്നാപ്പ് ചെയ്തത് തോന്നുന്നു അങ്ങനെയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു അവർ തേടായിരുന്നു ആ റൗഡി ഗ്രൂപ്പ് അങ്ങനെ അവർ തേടായിരുന്നു ഹീറോയിൻ്റെ ചേട്ടൻ അപ്പോൾ സമരം പീറ്റേഴ്സും അവർക്ക് ഷോക്കായിരുന്നു അച്ഛ മോറൊക്കെയായിരുന്നു ഹീറോയിൻ്റെ ചേട്ടൻ അതെ രണ്ടുപേരും ഹീറോയിൻ്റെ ചേട്ടൻ ട്വിൻസ് തന്നെ രണ്ടുപേരും അതുകൊണ്ട് രണ്ടുപേരും കോളേജിൽ അങ്ങനെ ഹീറോയിൻ്റെ ഗ്രാൻഡ് പ ഹീറോയിനെ ഭയങ്കര കെയറിങ് ചെയ്യുന്നു നന്നായിട്ട് പഠിച്ചോ അങ്ങനെ പറയുന്നു പിന്നെ കോളേജിലെ എല്ലാ ബോയ്സ് ഹീറോയിന് പുറകെ നടക്കുന്ന കാര്യം ഈ PTS മെമ്പർക്ക് ജലസാൻ തുടങ്ങി എന്താ ഞങ്ങളെ എൻ്റെ വൈഫിന് പുറകെ നടക്കുകയാണോ എന്ന് PTS മെമ്പർ ജലസാൻ തുടങ്ങിയായിരുന്നു അത് മാത്രമല്ല ഹീറോയിൻ്റെ ഫ്രണ്ടിക്കും അറിയായിരുന്നു ഫ്രണ്ടും അവിടുന്ന് കീർത്തിക്ക് പൂജയൊക്കെ അറിയാം അവരും അവിടേക്ക് വന്ന് സെറ്റിലായിരുന്നു അങ്ങനെ ഹീറോയിൻ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കറങ്ങായിരുന്നു PTS മെമ്പർക്കും എന്ത് ചെയ്യുന്നറിയില്ല അതെ അവർ ലില്ലി ഗേൾ ഫ്രണ്ട് മീറ്റ് ചെയ്യാൻ പോയായിരുന്നു അതെ ലില്ലി ഗേൾ ഫ്രണ്ടിക്കും ഗിഫ്റ്റ് കൊടുക്കാമെന്ന് അവർ വന്നതായിരുന്നു ചാവിയ വീട്ടിലുണ്ടായിരുന്നു ലില്ലി കൊടുത്തായിരുന്നു ലില്ലിൻ്റെ വീട്ടിലൊക്കെ അവർ വന്നതായിരുന്നു പാസ്ബുക്ക് നമ്പർ ഒത്തിയിട്ട് വന്നായിരുന്നു അപ്പോൾ മോർണിംഗ് സൗണ്ട് കേൾക്കായിരുന്നു എന്താ ഇത് മോർണിംഗ് PTS മെമ്പർ ഇന്ന് വരില്ല എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ലില്ലിക്ക് മോർണിംഗ് സൗണ്ട് കേട്ടു ലില്ലിൻ്റെ ഡോർ ഓപ്പൺ ഓൾറെഡി ഉണ്ട് ആര് വരില്ല പറഞ്ഞു ലില്ലി ഒരു ബോയ് കൂടെ റൊമാൻസ് ഇൻറ്റിമേറ്റും ഉണ്ടായിരുന്നു ഇത് കണ്ട് PTS മെമ്പർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ഷോക്കായിരുന്നു ഇത് ജിമ്മിനൊക്കെ ഷോക്കായിരുന്നു അങ്ങനെ ലില്ലി എന്ത് റിയാക്ഷൻ കാട്ടുമെന്ന് ജങ്കൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ലില്ലി നമ്മളെ കണ്ട എന്ത് റിയാക്ഷൻ കാട്ടുമോ ലില്ലിക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ആറാം പറഞ്ഞു നീ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അവർക്ക് റിയാക്ഷൻ എന്തായിരിക്കുമോ എന്ന് ജിമ്മിന് പറഞ്ഞായിരുന്നു ജങ്കൊക്കിനോട് അങ്ങനെ അവർ വീഡിയോ ചെയ്തുമ്പോൾ ലില്ലിൻ്റെ ഫുൾ വീഡിയോ ചെയ്തായിരുന്നു മുണ്ടാതെ വായ് മുട്രാ എന്ന് പറഞ്ഞ് ഫുൾ അവർ സംസാരിക്കാൻ മൊത്തം ഇതിലും ലില്ലി പറയാൻ തുടങ്ങി ഞാൻ അവരെ കറക്റ്റ് ചെയ്ത് അവർ സ്വത്ത് പണം എടുത്ത് നിൻ്റെ കൂടെ ജോലിയായിട്ടിരിക്കാൻ പോവാം അവരോട് ഫേമസ് ഉണ്ട് അതുമാത്രമല്ല നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്ത് അന്ന് ലില്ലിൻ്റെ ബോയ് ഫ്രണ്ട് പറയായിരുന്നു ലില്ലി പറയാൻ തുടങ്ങി ഞാൻ അവരുടെ വൈഫായിട്ട് അപ്പോൾ നിൻ്റെ കൂടെ റൊമാൻസ് അതുമാത്രം നീ ആ റിച്ച് ഗേളിൻ്റെ മാരേജൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അതെ നമ്മൾ രണ്ടുപേരും ഇതിലിരിക്കാമെന്ന് പറഞ്ഞു അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിൻ്റെ വീട്ടിലിപ്പോൾ ബേബിയുണ്ട് അതെ ബേബിയുണ്ട് നമ്മളെ കൊച്ചല്ലേ അങ്ങനെയായിട്ട് പറയായിരുന്നു ലില്ലി പറയായിരുന്നു ഇത് കേട്ട് ഷോക്കായിരുന്നു എൻ്റെ ബേബിയാ യെസ് നമ്മളെ കുട്ടികൾ ജനിച്ചത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതെല്ലാം വീഡിയോ ഒക്കെ ശരി ഇവിടുന്ന് അവർ കാണാതെ മാതിരി പോയിരുന്നു അതെ ലില്ലിക്കൊന്നും അറിയില്ലായിരുന്നു ലില്ലിക്ക് എന്തുകൊണ്ട് വന്നതും കാര്യം അറിയില്ലായിരുന്നു PTS ലില്ലിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ലില്ലി PTS പറയായിരുന്നു നമ്മൾക്ക് മാരേജ് കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ലില്ലിക്ക് ഒന്നും അറിയില്ലായിരുന്നു PTS മാരേജ് കഴിക്കും എന്ന് എല്ലാവരോടും പറഞ്ഞു എന്ന് ലില്ലി ഭയങ്കര ഹാപ്പി ആയിരുന്നു മാരീഡ് ഡേ വരുന്ന മുമ്പ് ലില്ലിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു മാരേജ് ഡേയ്സും ലില്ലിൻ്റെ ഫുൾ വീഡിയോസ് റിലീസാവാൻ തുടങ്ങി ലില്ലി ഇങ്ങനെ വീഡിയോ റൊമാൻസ് ചെയ്യുന്ന അത് ഇത്
അങ്ങനായിട്ട് റിലീസ് ചെയ്തായിരുന്നു. ലില്ലിനെ മാരേജ് കഴിക്കുന്ന മാതിരി ആക്ടിങ് ചെയ്ത് പിറ്റേ ദിവസം സ്റ്റേജിലേക്കുമ്പോൾ ലില്ലിൻ്റെ വീഡിയോ റിലീസായിരുന്നു. എല്ലാവരും സ്റ്റോപ്പ് എന്ന് പറയുന്നു. ന്യൂസ് ലില്ലിൻ്റെ അച്ഛൻ ലില്ലി ന്യൂസ് വന്നായിരുന്നു. അപ്പോൾ കുറച്ച് പോലീസ് വന്നായിരുന്നു. മാരേജ് സ്റ്റോപ്പ് പറഞ്ഞു. എന്താ സാർ സ്റ്റോപ്പ് ചെയ്യാൻ? നിങ്ങളെ മേലെ ഒരുപാട് കേസുണ്ട്. പോലീസ് പറഞ്ഞായിരുന്നു ഈ ടി വി ഓൺ ചെയ്തെന്ന്. ചാനൽ റിലീസ് ചെയ്തായിരുന്നു. ആ ടി വിയിൽ മൊത്തം അവർ മൊബൈൽ എല്ലാവരും മൊബൈൽ നോക്കി ഷോക്കായിരുന്നു. മൊബൈലിൽ എല്ലാം വന്നായിരുന്നു. അതുകൊണ്ട് മൊബൈലിൽ എന്താ വരുന്നത്, ടി വി ഓണാക്കാറ് എല്ലാവരും ഷോക്കായിരുന്നു. ലില്ലിക്ക് ഒന്നും മനസ്സിലായില്ല. എല്ലാവരും ലില്ലിനെ പറയായിരുന്നു. അതുമാത്രം ടി വി ഓണാക്കും ലില്ലിൻ്റെ ഫുൾ വീഡിയോ ഇങ്ങനെ വയറായിരുന്നു. അങ്ങനെയായിട്ട് ലില്ലി പീറ്റർ സിമറിൻ്റെ ഗേൾ ഫ്രണ്ട് എന്താ ആർക്കും അറിയില്ല, സീക്രട്ടായിരുന്നു. അതിപ്പോൾ സർപ്രൈസ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ ലില്ലിൻ്റെ ചെക്കൻ്റെത് റിലീസായിരുന്നു. അതിന് ആ ചെക്കൻ്റെ ഗേൾ ഫ്രണ്ട് അവനെ തല്ലി, നീ ഇങ്ങനെ ചീറ്റ് ചെയ്യോ, മാരേജ് ക്യാൻസൽ എന്ന് അവൻ ചെക്കനോട് ഗേൾ ഫ്രണ്ട് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ലില്ലി മാരേജ് കേട്ടോ എന്ന് പറഞ്ഞായിരുന്നു. ലില്ലിക്ക് ടെൻഷനായിരുന്നു. അയ്യോ എൻ്റെ റിലീസായി. ലില്ലി ഒരുപാട് പൈസ നമുക്ക് തട്ടിയെടുത്ത് അതൊരു കേസായിരുന്നു. ലില്ലി മേലെ കുറേ കേസുണ്ടായിരുന്നു. ലില്ലിനെ എടുത്തുകൊണ്ട് പോയി പിറ്റേ ദിവസം റിലീസ് ചെയ്ത് ഈസ് മൈ വൈഫ് എന്ന് എല്ലാവരോടും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഹീറോയിനും വീട് വാടി പോയി. അയ്യോ വൈഫ് എന്ന് ചെന്ന് കോളേജ് ഗേൾസൊക്കെ ബോയ്സൊക്കെ എല്ലാം അറിയായിരുന്നു. അയ്യോ ഇത് അവരുടെ വൈഫ് അറിയാതെ ഇവരെ പുറകെ നടക്കായിരുന്നു. അതിൽ ചെക്കനുണ്ടായിരുന്നു ജാക്കൊക്കെ ഹീറോയിന് ഒരുപാട് ഇഷ്ടമാണ്. ജാക്കൊക്കെ ഹീറോയിന് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അവരെ വൈഫായി എന്തൊക്കെയാണോ ഞാനിവിടെ വിടില്ല എന്ന് ജാക്ക് ഹീറോയിന് പുറകെ നടക്കായിരുന്നു. ഹീറോയിനെ കറിച്ചത് ഇത് PTS മെമ്പർ കേട്ടായിരുന്നു. ഹീറോയിൻ്റെ പുറകിന് ബോഡി ഗാർഡും ഉണ്ടായിരുന്നു. PTS മെമ്പർക്ക് തലക്കേറി. ശരി ഇവളെ വിട്ടല്ലേ ഇവരതേ ചെയ്യാം. ശരി കോളേജ് ഫോൺ ചെയ്ത് സാർ ആറാം ഫോൺ ആക്കിയിട്ട് നടന്ന കാര്യം പറഞ്ഞു. ഓക്കെ സാർ ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയിൻ നന്നായിട്ട് ഉറങ്ങിയായിരുന്നു. നല്ല ഉറങ്ങിയായിരുന്നു. ഉറങ്ങിയായിരുന്നു ഹീറോയിൻ. അപ്പോൾ PTS മെമ്പർ വന്നായിരുന്നു. ശരിയടാ എന്ന് നോക്കിയായിരുന്നു ഹീറോയിനെ. PTS മെമ്പർ വീട്ടിലുള്ളവരെല്ലാവരും ഗ്രാൻഡ് പയോട് വിജയായിരുന്നു. ഗ്രാൻഡ് പ ഹീറോയിൻ പറഞ്ഞ PTS മെമ്പർ വന്ന് ഹീറോയിനെ പിടിച്ചു. എന്താ പിടിച്ച് ഡ്രസ്സിലോ ഹീറോയിൻ അയക്കുമായിരുന്നു. ഹീറോയിൻ കണ്ടു